Akhil John, other than our own JC show, everyone. So, first ever we are getting the chance to work with them. That is something very huge, which is very happiest part of the main journey. So, how do you feel? I feel so grateful that this can be my start, and obviously that's only because of that. Yeah. But the chance to work with everyone here, and they were so patient and so incredibly I'm a beginner, but the fact that they were patient with me, that Yeah, as I'm just asking a follow-up question in that, as you are a beginner, and we know that our Malayalam film industry is still now going through a remarkable phase actually. So in this remarkable phase, we could see newcomers, freshers are getting enough chance. Day by day, we could see they are scoring hundreds in box office, those things and all. At this moment, we are getting a chance to be in this industry for as Thodakam. So how do you feel that opportunity as well? Again, just grateful. There were so many moments that I'm in the set and I'm looking around and wow. Yeah. Thank you. Yeah. വിസ്മയ Sorry. നമ്മളിപ്പോൾ ലാലേട്ടെന്ന് കേൾക്കുമ്പോൾ മീശലി മുണ്ടു മടക്കി നിർത്തി കാല് കളിച്ചിട്ടുള്ള അടിയൊക്കെ അപ്പം വിസ്മയ വരുന്നു. അപ്പോൾ ആക്ഷൻ മൂവി ആണെന്ന് എനിക്ക് തോന്നുന്നു. കാല് പൊക്കിയിട്ടുള്ള അടിയൊക്കെ കാണാൻ പറ്റുമോ ലാലേട്ടനെ പോലെ തന്നെ? അതൊക്കെ പറയാൻ പറ്റും. ഉണ്ടോ? ആക്ഷൻ ഉണ്ടോ? അത് സിനിമ കണ്ടിട്ട് ഇപ്പൊ ഒന്നും പറയാൻ പറ്റും. ലാലേട്ട എങ്ങനെയാണ് നമ്മുടെ ഇത്രയും കാര്യം വെക്കുന്നില്ല. രീതിയിലൊക്കെ ഉണ്ടാവും. അത് പറഞ്ഞില്ലേ പറഞ്ഞു. ഞാൻ വേട്ടെ ഇത്രയും അതിലുള്ളവരൊക്കെ ഏറ്റവും വലിയ ആക്ഷൻ ഡയറക്ടേഴ്സാണ് അല്ലേ? സ്റ്റൺസിൽ മറ്റേത് പേര് യാനിക് പേര്, ആ പേര് തന്നെ എനിക്ക് പറയാൻ പറ്റില്ല. അപ്പം അത്യാവശ്യം ചെറിയ ചായയും കടിയൊക്കെ ഉണ്ടാകും. അതിന് വിടും പാവം. ഞങ്ങൾക്ക് തന്നെ കുറച്ച് ടെൻഷനും ആകാംക്ഷയൊക്കെ ഉണ്ട്. എന്താണ് സിനിമ ചെയ്യാൻ പോകുന്നത്? ഇപ്പൊ ട്രെയിലർ ഇംപ്രസീവാണ്, ഇന്റർവ്യൂ കാണുമ്പോൾ ആളുകൾക്ക് വളരെ റിലേറ്റബിൾ ആയിട്ട് തോന്നുന്നുണ്ട്. എന്നാലും ഇപ്പൊ തന്നെ കാണുമ്പോൾ കുറച്ച് ടെൻഷൻ ഉള്ള പോലെ തോന്നുന്നു. അല്ല, ഇത് മാറ്റാൻ ടെൻഷൻ മാറ്റി വെക്കൂ, അല്ലെങ്കിൽ ഇത് ഈ പ്രഷറിനെ ഹാൻഡിൽ ചെയ്യാൻ ലാലേട്ടൻ എന്തെങ്കിലും ഒരു അച്ഛൻ എന്നുള്ള രീതിയിൽ ഉദ്ദേശിക്കുന്നുണ്ടോ? ഒരു കാര്യമില്ല. ടെൻഷൻ ഞാൻ ഒരു തന്നെയല്ലേ മാറ്റി വെക്കേണ്ടത്. ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊരു എക്സാം എഴുതിയത് പോലെയാണ്. നന്നായിട്ട് എഴുതിയാൽ ജയിക്കും, മോശമായിട്ട് എഴുതിയാൽ തോക്കും അല്ലേ? സോ ഇറ്റ്സ് ഓൾറെഡി ഹാപ്പൻ. പക്ഷെ ഈ ഞാൻ പറയുന്നത് എനിക്ക് ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കപ്പെടുന്നു ഇങ്ങനത്തെ ഒരു ടെൻഷനില്ല. ഇപ്പം 370ാമത്തെ സിനിമയിൽ അഭിനയിക്കുന്ന എനിക്ക് ടെൻഷനില്ല. അതൊരു പ്രിപ്പറേഷൻ, അത് അറിയാൻ സംഭവിക്കുന്നത്. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. അന്നത്തെ സിനിമ പോലെ അല്ലേ ഇപ്പോൾ ഭയങ്കരമായ കോമ്പറ്റീഷനാണ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കൊന്നും ഇങ്ങനെ ഒരു സിനിമ കഴിഞ്ഞിട്ട് ഇത്രയും പേരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഒരുപാട് സ്വാതന്ത്ര്യങ്ങളുണ്ടായിരുന്നു. ഇത് സ്വാതന്ത്ര്യം ഇല്ലായ്മ എന്നല്ല പറയുന്നത്. സോ അവരുടെ ലൈഫിനെ കുറിച്ച് കുറച്ചൊരു ടോളറൻസ് ലെവൽ കൂടുതലായിരുന്നു ഞങ്ങൾക്ക്. ഇപ്പോഴും ഇവർക്ക് ആ ടോളറൻസ് ലെവൽ ഉണ്ടാക്കിയെടുക്കണം അല്ലേ? ഇതൊരു പ്രത്യേക ഫീൽഡാണ് സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഒരു സക്സസ്സിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന പോലെ തന്നെ ഫെയിലിയറിനെ അപ്രോച്ച് ചെയ്യാൻ പഠിക്കണം. ഇതിൽ മാത്രമല്ല, ജീവിതത്തിലുള്ളത്. അപ്പം അതുകൊണ്ട് അവരുടെ ടെൻഷനിലേക്ക് നമ്മൾ പോയിട്ട് ഈ ടെൻഷൻ അടിക്കുന്ന അത് വീണ്ടും ടെൻഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, വരുന്ന പോലെ വരട്ടെ അതല്ലേ. നമുക്കൊരു സിനിമയുടെ ട്രെയിലർ ലോഞ്ച് നടന്നു, ട്രെയിലർ കണ്ടു, ഇനി സിനിമ കാണാൻ പോവാണ്. ആ സിനിമയെ കണ്ടിട്ട് വിലയിരുത്തും. നല്ല സിനിമയാണെങ്കിൽ നല്ലതെന്ന് പറയും അല്ലേ? അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. വെറുതെ ഇരിക്കുന്ന ആളുടെ ടെൻഷനിൽ പോയിട്ടൊന്നും നോക്കരുത് പ്ലീസ്. നിങ്ങളുടെ ഈ ടെൻഷന്റെ കാര്യം പറഞ്ഞതുകൊണ്ട്